ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വെറുതെ ചായ കുടിച്ചിരുന്നപ്പോൾ വിചാരിച്ചു മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ആ അങ്ങനെ വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ കാരണം മഴ പെയ്തത് കാരണം നമുക്കിങ്ങനെ അടുപ്പിച്ച് മഴ നിന്ന കാരണം മുറ്റം അങ്ങനെ വൃത്തിയാക്കാൻ പറ്റില്ല. വേഗം പുല്ലും മുളയ്ക്കും നമ്മുടെ അവിടെ. കാരണം അപ്പുറത്ത് പാടും പറമ്പും ആയ കാരണം വേഗം പുല്ലുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് മുറ്റം വൃത്തിയാക്കിയില്ലെങ്കിൽ നല്ല അലങ്കോലം, പിന്നെ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. അപ്പം മഴ കാരണം നമുക്ക് അങ്ങനെ വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പം മഴയൊക്കെ നിന്നു, വെയിലൊക്കെ തെറിച്ചപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വൃത്തിയാക്കാമെന്ന്. രാവിലെ എന്തായാലും നമുക്ക് അതിന് ഇരിക്കാനുള്ള നേരം ഉണ്ടാവില്ല. കാരണം നമുക്ക് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം വൃത്തിയാക്കൽ നടക്കില്ല. അപ്പോൾ ഒരു അടിച്ചുവാരൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈകിട്ട് അങ്ങനെ ഇരുന്നിട്ട് പുല്ലുണ്ട് അത്യാവശ്യം. അതുപോലെ നമ്മുടെ മുറ്റത്ത് ബുഷ് പോലെയും അതുപോലെ കുറച്ച് റോസാ ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായി വളരും. അപ്പോൾ അതൊക്കെ ഒന്ന് തലപ്പൊക്കെ ഒന്ന് വെട്ടി, റോസാ കൊമ്പൊക്കെ ഒന്ന് ചെറുതായി വെട്ടി. പക്ഷേ കൈയൊക്കെ നന്നായി കുത്തി പൊളിഞ്ഞുണ്ട്, കാരണം റോസയുടെ മുള്ള്. പക്ഷെ തുടങ്ങിയപ്പോൾ വിചാരിച്ചില്ല ഇത് ഇത്ര കഷ്ടപ്പെട്ട പണിയാണ്. കാരണം കുറച്ചൊന്നും നേരം ഉണ്ടായിരുന്നു. കാരണം ഒക്കെ ഒരേ ലെവലിലും ഒക്കെ വെച്ചിട്ട് വെട്ടണമല്ലോ. അപ്പോൾ ഏകദേശം ഒരേ ലെവലിൽ വെച്ചിട്ട് വെട്ടി. പിന്നെ ഞാൻ പുല്ല് പറിക്കാൻ തുടങ്ങി. പുല്ല് പറിക്കാൻ തുടങ്ങിയപ്പോൾ അതിലും വലിയ റിസ്ക് ആയിരുന്നു. കാരണം കുറേ വള്ളി പോലത്തെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ റോസയുടെ ഇടയിൽ കൂടെ ഇട്ട് കൈയിട്ട് വലിക്കുമ്പോൾ അതും നമ്മുടെ കൈമൊക്കെ കൊണ്ടിട്ട് ആകെ കുറലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു പണി തുടങ്ങിയാൽ പിന്നെ നമ്മൾ പിന്മാറാൻ പാടില്ലല്ലോ. എന്ത് സഹിച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കണമല്ലോ. കുറഞ്ഞ് ഇരുന്നും നിന്നൊക്കെ നോക്കി. കാരണം വയറുള്ള കാരണം ഇപ്പോൾ അധികം അങ്ങോട്ട് കുമ്പിട്ട് ചെയ്യാനും പറ്റുന്നില്ല. എന്നാലും തോറ്റു കൊടുക്കില്ല, നമ്മളത് കംപ്ലീറ്റ് ആക്കുക തന്നെ വിചാരിച്ചു. പിന്നെ നല്ല മഴക്കാറും വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം വേഗം വറക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കരുതി. ഇനി വെള്ള പൊടിയായിട്ട് കിടക്കുന്നത് മുട്ടത്തൊണ്ടാണ്. റോസയ്ക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ടിരുന്നതാണ്. പക്ഷെ അത്യാവശ്യം റോസാപ്പൂവും നമ്മളോട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിട്ടത് കൊണ്ടാണോ വെച്ചൊക്കെ അറിയില്ല. അത്യാവശ്യം നമ്മളോട് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇല്ല, എന്നാലും ഉണ്ടാവുമ്പോൾ അത്യാവശ്യം നമുക്ക് ഉണ്ടാവും. അമ്പലത്തിൽ പോകാനൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം മുറ്റടിച്ചൊരു വൃത്തിയായി. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഴ കാരണം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്കും ഏകദേശം ഒരു 5 മണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരത്തെ കുളിക്കുക, അങ്ങനത്തെ അതൊക്കെ അടിച്ചു വരാണ്, അങ്ങനത്തെ പണികളും ഉണ്ടായിരുന്നു. പിന്നെ വേഗം പിന്നെ ആ ഭാഗമൊക്കെ വൃത്തിയാക്കി. ഫ്രണ്ടിൽ തന്നെയാണ് കൂടുതലും പുല്ലുണ്ട്, ആ സൈഡിലൊന്നും അത്ര ഉണ്ടാവാറില്ല. പിന്നെ വേഗം അടിച്ചു വരി അവിടെ മുറ്റൊക്കെ വൃത്തിയാക്കിയ ശേഷം ഞാൻ വേഗം അകുമാരം അടിച്ചു വരാൻ തുടങ്ങി. കാരണം നമുക്ക് വിളക്കെത്തിക്കാണ്ട്. അപ്പം നമുക്ക് വലിയ കുറേ സ്ഥലമൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, മറക്കാകെ അടിച്ചു വരിയിട്ട് പിന്നെ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ അതൊക്കെ വൃത്തിയാക്കിയ ശേഷം ഞാൻ പിന്നെ വിളക്കെത്തിക്കാൻ നിന്നു കേട്ടാ. ഇവിടെ 2 നേരം വിളക്ക് കത്തിക്കും, രാവിലെയും വൈകിട്ടും. അപ്പോൾ കുളിക കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ് ഞാൻ പിന്നെ വിളക്കെത്തിച്ചത്. അതിന് ശേഷം കുറച്ച് നേരം ഇരുന്നിട്ട് നാമം ചൊല്ലും. അത് രാവിലെയും വൈകിട്ടും ഞാൻ നാമം ചൊല്ലാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണല്ലോ, പ്രത്യേകിച്ച് സന്ധ്യാനേരത്ത്. നാമം ചൊല്ലൽ കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും പുസ്തകങ്ങൾ വേറെ വായിക്കാറുണ്ട് കേട്ടോ. അത് രാവിലെ ആയാലും വൈകിട്ടായാലും വായിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഭഗവത്ഗീതയാണ് വായിക്കണത്. അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയതിൻ്റെ അവിടെ നിന്നുള്ള ശീലമാണ് കേട്ടോ, പുസ്തകങ്ങൾ വായിക്കണത്. സാധാരണ ഞാൻ നാമം ചൊല്ലാറുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.